നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ബ്രെഡ് ഓംലെറ്റുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഗൈസ്, അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 2 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു പച്ചമുളകും പിന്നെ 4 ചെറിയ ഉള്ളിയാണ് കേട്ടോ. നമ്മളതിലിപ്പോൾ വലിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇല്ലാത്തവർ ഇതേപോലെ 4 ഉള്ളി എടുത്താലും മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 മുളക് എടുത്താൽ മതി. അപ്പോൾ നേരെ നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. ഗൈസ്, നമുക്ക് പിന്നെ ആവശ്യം ഇതുപോലത്തെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രെഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. ഗൈസ്, അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം വീഡിയോ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. സ്ക്വയർലി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെന്തിനാന്ന് പറയും. കീറാനും മുളയാനൊന്നും പാടില്ല കേട്ടോ. ഇത് കീറണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഓംലെറ്റ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് വഴിയെ കാണിക്കുന്നതായിരിക്കും. ആദ്യം നമുക്കിത് ഫുള്ളാ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മളിതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കാര്യം എന്താണ് പറഞ്ഞു തരാം. ഗൈസ്, ഇനി നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. സവാള ഇത്ര മാത്രം പോരാ കേട്ടോ, നമുക്ക് കുറച്ച് കൂടുതൽ സവാള വേണം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിതേ നല്ല സവാള നല്ല തരിതരിയാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 4 എണ്ണത്തിൽ തികയൂല, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ബാക്കി കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഞൊട്ട് അങ്ങോട്ട് അരിഞ്ഞ കയ്യിൽ നിന്ന് പിടിക്കല്ലോ കേട്ടോ, നല്ല എരിവാണ്. ഓക്കെ, ചെറുത് ഇങ്ങനെ അരിഞ്ഞാടി കേട്ടോ, വട്ടത്തിന്. നമുക്ക് ഫുൾ അരിഞ്ഞിട്ട് വരാം. അപ്പം നമ്മളിത് പച്ചമുളകും നമ്മുടെ സവാള അരിമിച്ച് നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് കിടക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ 2 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ടാണ്. ഓക്കെ, 2 കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയൊന്ന് പൊട്ടി വരും കണ്ടോ. ഗൈസ്, അപ്പം ഇതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. അത് ഞാനിതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിനി കലക്കിക്കൊണ്ടിരിക്കണേല് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ പച്ചമുളകും ഉള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ശകലം ഇട്ടാൽ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ സോറി, നമുക്ക് ശകലമല്ല ഇടാണ്ട, നിറച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ എല്ലാ ഉള്ളി ഇതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പച്ചമുളകും ആ ഉള്ളിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഞാൻ സൂം ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കുറച്ച്. ഓക്കെ, നമ്മുടെ ഗ്യാസ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അപ്പച്ചട്ടി വെച്ച് അല്ല ദോശ ചട്ടി വെച്ച് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എണ്ണ തേക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിത് ചൂടാക്കാം ആദ്യം. ഗൈസ്, അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമുക്ക് ആദ്യം തേക്കണം കേട്ടോ. ഇതുപോലത്തെ ഇങ്ങനെ തേക്കണം. എണ്ണ ആദ്യം മുക്കിയിട്ട് തേച്ചിട്ട് നമ്മുടെ ബ്രെഡ് ആദ്യം ഇടാം. ഗൈസ്, അപ്പോൾ നമുക്കിനി ഇത് ചൂടായതിന് ശേഷം ബ്രെഡ് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ 2 ബ്രെഡ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ എംഫോടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുകാർ ഇതിൻ്റെ വേറെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി മുട്ട ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒഴിച്ചാൽ കേട്ടോ. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നല്ലവണ്ണം വെന്ത് വരണം. ഓക്കെ, ഓ ഗൈസ്, നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചിട്ടു. അതും കൂടി തിരിച്ചിട്ടിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ ചെയ്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇത് സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഓംലെറ്റ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സാധാ ബ്രെഡ്, ഒന്നും ചെയ്യാത്തൊരു സാധാ ബ്രെഡ് എടുത്ത് അടി വെച്ചതിന് ശേഷം മുകളിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് വെച്ചാൽ നമ്മുടെ സംഭവം റെഡിയായി. അതേപോലെ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുത്ത് ഇനി ടെസ്റ്റിങ്. ഗൈസ്, അപ്പം നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, നമ്മൾ ഉണ്ടാക്കിയ സാധനം. നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. അതെന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല, അടിപൊളി. ഞാനൊരു ടെസ്റ്റ് ചെയ്തേ. വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഒരു ബ്രെഡ് സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ.
പൈസ കൊടുത്തൊരു ബ്രെഡ് മാത്രം വാങ്ങുക കേട്ടോ, ബ്രെഡും ഒരു മുട്ടയും. വീട്ടിലുള്ളവര് കുഴപ്പമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്ക് കൂടുതൽ പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്നോട് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ തന്നെ വീഡിയോസ് ഇനി കാണുന്ന പ്രതീക്ഷയിൽ Signing out.